എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ ശുദ്ധമായ നെയ്യ് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള പാലിൻ്റെ പാടയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. 1 ലിറ്റർ വരുന്ന പാല് തിളപ്പിച്ച് ആറിയതിന് ശേഷം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് അതിൻ്റെ പാട വെട്ടി സൂക്ഷിച്ചിരിക്കുന്നതാണ് ഇത്. അങ്ങനെ 10 ദിവസത്തെ പാലിൻ്റെ പാടയാണ് നമ്മളിപ്പോൾ ഇവിടെ നെയ്യ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. നെയ്യ് ഉണ്ടാക്കുന്നതിന് വേണ്ടി വെട്ടി വെച്ചിരിക്കുന്ന പാൽപ്പാട നമ്മൾ ഫ്രിഡ്ജിൻ്റെ അടിയിലുള്ള തട്ടിലാണ് സൂക്ഷിച്ചിട്ടുണ്ടാവുക. അത് നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അന്ന് രാവിലെയോ അല്ലെങ്കിൽ തലേദിവസം രാത്രി തന്നെയോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയും ചെയ്യണം. അത് നമുക്ക് ഇത് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോഴും അതുപോലെ ഈ വെട്ടി വെച്ചിരിക്കുന്ന പാട ഒന്ന് കഴുകിയെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ ഈ തണുത്ത വെള്ളം എടുക്കുന്നത്. നമുക്ക് ഈ പാൽപ്പാട ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ജാറിൻ്റെ വലിപ്പമനുസരിച്ചും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പാടയുടെ അളവനുസരിച്ചും 1-2 പ്രാവശ്യമായിട്ടും അടിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പകർത്തുമ്പം ആദ്യം ലഭിക്കുന്ന ആ ഒരു വെള്ളം, അതായത് ആ പാലിൻ്റെ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് സംഭാരത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും. അത് നമുക്ക് എടുത്ത് വെച്ചിട്ട് സംഭാരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ആ പാലിൻ്റെ അംശമൊക്കെ വെള്ളത്തിലേക്ക് ആയതിനു ശേഷം വേണം നമ്മളതിനെ ഊറ്റിയെടുക്കാനായിട്ട്. നമ്മളത് നേരെ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന തണുത്ത വെള്ളം ഉപയോഗിച്ച് ഇങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കഴുകിയെടുത്ത ആ പാൽപ്പാടയിൽ വെള്ളം മാക്സിമം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇനി നമ്മളിതിനെ ഉരുക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ഏതാണോ, ഇപ്പോൾ ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ ഉരുളി ഏത് പാത്രമാണെന്ന് വെച്ചാൽ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ നേരെ അടുപ്പിലേക്ക് വെച്ച് ഉരുക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് ചട്ടി ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതിങ്ങനെ പതുക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പതുക്കെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ തീ കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് തിളച്ച് ചട്ടിക്ക് പുറത്തേക്ക് ചാടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരല്പനേരം കഴിഞ്ഞിതൊന്ന് താന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇടവിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യം മാത്രമാണുള്ളത്. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ അതിൻ്റെ ആ ഒരു കളറൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് നെയ്യ് ഇങ്ങനെ ഉരുകി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. നല്ലൊരു മണമായിരിക്കും. നെയ്യ് തെളിഞ്ഞ് തുടങ്ങിയതിൻ്റെയാണ് നമുക്കിങ്ങനെ ഇടയിൽ ഓരോ കുമിളകളായിട്ട് കാണാൻ തുടങ്ങുന്നത്. ഇനി നമുക്കതിൽ നിന്ന് കക്കൻ തിരിഞ്ഞ് വരുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നെയ്യും കക്കനും രണ്ടായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങും. ഈ സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇപ്പോൾ നമുക്കിതിൻ്റെ നെയ്യും അതുപോലെ തന്നെ അതിൻ്റെ കക്കനും വേർതിരിഞ്ഞ് വരുന്നതായിട്ട് കാണാം.
ഇനി നമുക്കിതിൻ്റെ കക്കനൊന്ന് മൂത്ത് വരണം. കക്കൻ നല്ലോണം മൂത്ത് വരുമ്പോൾ മാത്രമാണ് നമുക്ക് നെയ്യ് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ കക്കൻ മൂത്ത് വരുന്നത് ഓവറായി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്യ്ക്ക് നല്ല കളറ് കിട്ടത്തില്ല. അപ്പോൾ നമ്മളതൊരു കറക്റ്റ് പാകത്തിൽ നിർത്തണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം എത്തുമ്പോൾ നമ്മളതിൻ്റെ തീ ഓഫ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ മട്ട് മൂത്ത് ഏകദേശം ഈ ഒരു കളറിലേക്ക് എത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അതിൻ്റെ ആ ഒരു നെയ്യുടെ ചൂടും കൂടി അത് പാകത്തിന് ആയി വന്നോളൂ. ഇപ്പോൾ നമ്മുടെ നെയ്യ് മട്ടൊക്കെ ഊറി തണുത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു ഗ്ലാസിൻ്റെ ബൗളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കുപ്പിയിലേക്കോ പകർത്തി വയ്ക്കാം. വെള്ളത്തിൻ്റെ നനവില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലേക്ക് വേണം പകർത്താനായിട്ട്. ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് അരിച്ചൊഴിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ മട്ടൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വീഴും. അങ്ങനെ നമ്മുടെ ശുദ്ധമായ നെയ്യ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിലോ റൂം ടെമ്പറേച്ചറിലോ എങ്ങനെ വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.